രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോകുന്ന ഒടുവില് രേവതി സച്ചിയൊക്കെ ഭയങ്കര വിഷമത്തിലിരിക്കുമ്പോഴാണ് രവീന്ദ്രൻ ചന്ദ്രമതിയെ കാണാൻ പോയിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വർഷ ചോദിച്ചു, എന്തായി വെച്ച കാര്യങ്ങള്? അമ്മ സമ്മതിച്ചോ പരാതി പിൻവലിക്കാനെന്ന് ചോദിച്ചു. രവീന്ദ്രൻ അവിടെ വന്നിരുന്നു. രവീന്ദ്രൻ ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, അവളിങ്ങ് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, ഇനി എന്ത് ചെയ്യുക അച്ഛാ? ആകെപ്പാടെയുള്ളൊരു പ്രതീക്ഷ അമ്മ പരാതി പിൻവലിക്കുമെന്നായിരുന്നു. അച്ഛൻ പറഞ്ഞാൽ അമ്മ കേൾക്കുമെന്നായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷയും പോയല്ലേ. രേവതി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും സച്ചിയേട്ടാ? പരാതി പിൻവലിച്ചില്ലെങ്കിൽ ശരത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. അവന്റെ ജീവിതം തകർന്നു പോകും. അവന്റെ പഠനം മുടങ്ങും. അവന് എക്സാം എഴുതാനൊന്നും പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എടാ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അവൾ പരാതി പിൻവലിക്കാൻ ഒരുക്കമാണ്. പക്ഷെ വേറൊരു കാര്യം ചെയ്യണം. രേവതി ഇവിടെ കാണില്ലേ? രേവതി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ അവള് പരാതി പിൻവലിക്കാന്നാ പറഞ്ഞേ. പക്ഷേങ്കില് അത് ഞാൻ ഒരുക്കുമായിരുന്നില്ല. അങ്ങനെ രേവതിയെ പറഞ്ഞു വിട്ടിട്ട് പരാതി പിൻവലിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടപ്പോ സച്ചിക്ക് ഭയങ്കര സങ്കടം. സച്ചി എന്നിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിക്കണം. അച്ഛാ എന്നും പറഞ്ഞിട്ട് കരയുവേണം. എന്തിനാടാ? നീ വിഷമിക്കൊന്നും വേണ്ട. രേവതി ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞുകൂടും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാന്തിന്റെ അടുത്ത് നിന്ന് വർഷ പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് സമയം കൊടുക്ക്. ചിലപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമായിരിക്കും. അമ്മ പരാതി പിൻവലിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മ പിൻവലിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ രവീന്ദ്രനോട് സച്ചി പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞങ്ങൾ ആ വക്കീലിനെ ഒന്നുകൂടി പോയി കണ്ടു നോക്കട്ടെ. വക്കീൽ എന്താ പറയണമെന്ന് അറിയാലോ. ചിലപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ. അങ്ങനെ രണ്ടുപേരും കൂടെ വക്കീലിനെ കാണാനായിട്ട് ചെന്നു. അങ്ങനെ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. പരാതി പിൻവലിക്കാനായിട്ട് അമ്മ തയ്യാറായില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വക്കീൽ പറഞ്ഞു, സച്ചി പരാതി പിൻവലിച്ചില്ലെങ്കിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകത്തുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ പഠനവും കാര്യങ്ങളും എല്ലാം പോവും. അവന് കോളേജിൽ പിന്നെ പോകാൻ പറ്റില്ല. എക്സാം എഴുതാൻ പറ്റില്ല. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇത്ര പ്രശ്നമാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അല്ല, സച്ചി പറഞ്ഞ അമ്മ കേൾക്കത്തില്ലേ? ഞാൻ പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അച്ഛൻ പറഞ്ഞിട്ട് പോലും അമ്മ കേട്ടിട്ടില്ല. അമ്മ വീട് വിട്ട് പോയിരിക്കുക. അമ്മ ഇപ്പൊ അമ്മയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലെ താമസം എന്ന് പറഞ്ഞു. ഓ, അത്രത്തോളം അല്ലേ കാര്യങ്ങള്? ഒരുപക്ഷെ പരാതി പിൻവലിക്കുമായിരുന്നെങ്കിൽ 2 ലക്ഷം രൂപ നമുക്ക് കാര്യങ്ങൾ തീർക്കായിരുന്നു. 2 ലക്ഷം എന്ന് രേവതി ചോദിച്ചു. അതെ, പക്ഷെ പരാതി പിൻവലിക്കാത്തതുകൊണ്ട് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയ ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, 5 ലക്ഷം രൂപയോ സാറേ? അതേന്ന് പറഞ്ഞു. അതെ, എനിക്ക് എന്റെ ഫീസിന് വേണ്ടിയൊന്നും അല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയണേ. കാരണം ആ പയ്യൻ അവന്റെ ജീവിതം തന്നെ തകർന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മോഷണക്കുറ്റത്തിന് അറസ്റ്റിലായി ജയിലിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. അപ്പം പിന്നീട് പുറത്തു വന്നാലും അവന്റെ നെറ്റിൽ ആ ഒരു ലേബിൾ കാണും, മോഷ്ടാവെന്നുള്ള. കള്ളൻ എന്നൊരു പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. തെറ്റ് ചെയ്തില്ലേ പോലും വീണ്ടും ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഇനി പിന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും എല്ലാം അവന്റെ തലയിലേക്ക് വരത്തുള്ളൂ. അവൻ ചെയ്താന്ന് പറയുകയും ചെയ്യും. അതത്ര നല്ല കാര്യമല്ല. ജീവിതം തന്നെ അവന്റെ തകർന്നു പോകും. ഇപ്പം നമ്മൾ കുറച്ച് പൈസയൊക്കെ മുടക്കുവാണെങ്കിൽ ആരുടെ കയ്യെ കാലം വീണിട്ടാണെങ്കിൽ ശരി, അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ നോക്കുന്നതല്ലേ നല്ലോന്ന് ചോദിച്ചു. ഒടുവിൽ സച്ചി പറഞ്ഞു, ഞാൻ നോക്കട്ടെ സാറേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എന്താന്ന് ചെയ്യാം. ഞങ്ങൾക്ക് അവനെ പുറത്തിറക്കാം. അവൻ്റെ കുഴപ്പവും കൂടാതെ അവൻ പുറത്ത് വരണം. അവന് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചു നോക്ക് നിങ്ങളുടെ അമ്മയോട്. അത് മാത്രം ഞാൻ നോക്കിയിട്ട് ഒരു വഴി കാണുന്നുള്ളെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, ശരി ആയിക്കോട്ടെ വക്കീലെ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്ത് ചെയ്യണം എന്ന് അറിയത്തുണ്ടായിരുന്നില്ല അവർക്ക്. പിന്നീട് രേവതി ലക്ഷ്മിയമ്മ വിളിക്കണം. ലക്ഷ്മിയമ്മ വെച്ചു, എന്തായി മോടെ കാര്യങ്ങള്? പരാതി പിൻവലിക്കാനായിട്ട് ചന്ദ്രമതി ഒരുങ്ങിയോന്ന് ചോദിച്ചു. ഏയ് ഇല്ല, അമ്മയുടെ സ്വഭാവം അറിയാലോ, അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞു. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലമ്മേ. ഇനിയിപ്പം പരാതി പിൻവലിച്ചില്ലെങ്കിൽ 5 ലക്ഷം രൂപയെങ്കിലും ആവും. 5 ലക്ഷം രൂപയോ? ആ തുക നമ്മൾ എവിടുന്ന് ഉണ്ടാക്കും? എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശരത്തിന്റെ ജീവിതം തകർന്നു പോകും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം പോയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞ്, രേവതി പണം നമുക്ക് പിന്നെയാണെങ്കിലും ഉണ്ടാക്കാം. അറിയാലോ, ഇപ്പം നമുക്ക് ആരുടെയും പൈസ മേടിച്ച് നമുക്ക് അവനെ രക്ഷിക്കാൻ നോക്കാം. പക്ഷേ എങ്കില് ചീത്തപ്പേര് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും പോകത്തില്ല. അവനെ നമുക്ക് രക്ഷിക്കാനും പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ട് നമുക്ക് അവനെ രക്ഷിക്കണമെന്നൊക്കെ സച്ചി രേവതിയോട് പറയാണ്. പിന്നീട് സച്ചി പോന്നെ കാറിന്റെ പേപ്പർ വെച്ച് ലോൺ എടുത്തെടുത്തേക്കാണ്. അവിടെ പോയിട്ട് ആരോട് പറഞ്ഞു, അതെ സാറേ കുറച്ച് പൈസയും കൂടെ എനിക്ക് വേണമെന്ന് പറയാണ്. അപ്പോഴേക്കും പറഞ്ഞു, സച്ചി ഓൾറെഡി ഇപ്പം നിനക്ക് ആ കാറിന്റെ മേലെ ഓണർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. സാറേ എനിക്കൊരു കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അയാൾ പറഞ്ഞു, ഒരു 1.25 ലക്ഷം രൂപയും കൂടെ തരാമെന്ന് പറഞ്ഞു. സാറേ അത് പോരാ,
എന്ന് പറഞ്ഞു. എനിക്കൊരു 5 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഇതെന്താ സച്ചി ഇങ്ങനെ പറയണേ? ഇതെന്താ ഞാൻ വല്ല ബിസിനസ് നടത്തണം? 5 ലക്ഷം രൂപ ഒന്നും തരാൻ പറ്റില്ല സാറേ. അങ്ങനെയാണ് റൗണ്ട് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ തരാൻ പറഞ്ഞു. സച്ചി മാക്സിമം ആണ് 1.25 ലക്ഷം രൂപ. അത് സച്ചി ആയതുകൊണ്ട് അത്രയും തരുന്നേ. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, സച്ചി കൃത്യമായിട്ട് പണമൊക്കെ അടയ്ക്കുന്നുണ്ടല്ലോ. ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ 1.25 തരാന്ന് പറഞ്ഞത്. പക്ഷെ സച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറേ ഒരു കാര്യത്തിനല്ലേ സാറേ എന്ന് പറഞ്ഞു. ഒടുവിൽ 2 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ലക്ഷം രൂപ സച്ചിക്ക് കൊടുത്തു. സച്ചി 2 ലക്ഷമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മഹേഷ് ഒരു 25,000 രൂപ എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താടാ? ഇത് നീ വെച്ചോളാൻ പറഞ്ഞു. നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാനുണ്ടല്ലോ. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് സച്ചി പറഞ്ഞു. നീ വെച്ചോടാ സച്ചി. എടാ നിനക്ക് കാറിന്റെ ഡ്യൂവും കാര്യങ്ങളും ഉണ്ടല്ലോ, പിന്നെ പിള്ളേരുടെ പഠിത്തം കാര്യങ്ങളും, അതിന് ഫീസ് അടയ്ക്കണം. എടാ അത് എല്ലാ മാസവും ഒന്നും ഇല്ലല്ലോ. പിന്നെ ഡ്യൂവിന്റെ കാര്യം അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇപ്പൊ നീ പൈസ പിടിക്കുക. ഞങ്ങൾക്കൊരാവശ്യമുള്ള സമയത്ത് നീ ഓടി വന്ന് ഞങ്ങളെ സഹായിക്കുന്നതല്ലേന്ന് ചോദിച്ചു. സച്ചിക്ക് കണ്ണു നിറഞ്ഞു പോയി. ഇപ്പൊ 2.25 ലക്ഷം രൂപയായി. പിന്നീട് സച്ചി രേവതിയെ വിളിക്കുകയാണ്. രേവതിയെ വിളിച്ചിട്ട് ഇതുപോലെ കുറച്ച് പൈസ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, ഇനിയിപ്പം ബാക്കി പൈസ ഉണ്ടാക്കണമല്ലേ അതേന്ന് പറയണം. അതിനുശേഷം രേവതി സച്ചിയും കൂടെ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ചെല്ലുവാണ്. രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ പറഞ്ഞു, മോനെ ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മാല പണയം വെച്ചതും അതുപോലെ തന്നെ ദേവുവിന്റെ ശമ്പള പൈസ എല്ലാം കൂടെ കൂട്ടിവെച്ച് ഒരു 1,50,000 രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, മാലയൊക്കെ പണയം വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് സാരമില്ല, ശരത്തല്ല നമുക്ക് പ്രധാനം. അവന്റെ ജീവന്റെ ആവത്തും ഉണ്ടാവരുത്. അത് മാത്രമല്ല അവന്റെ ഭാവി ഇല്ലാതാവരുത്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കിട്ടി കുറെ പൈസ ആക്കി. ഇനി 1,32,000 രൂപയും കൂടെ വേണ്ടി വരും. ആ പൈസയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഒടുവിൽ സച്ചിൻ രേവതിയും കൂടെ നേരെ വീട്ടിലേക്ക് വരുവാണ്. കാരണം പൈസ ഉണ്ടാക്കണം. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ശരത്തിനെ രക്ഷിക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പിന്നീട് രേവതി സച്ചിയും അതുവരെ അവർ സൂക്ഷിച്ചു വെച്ച സമ്പാദ്യപ്പെട്ടിയെ കുടുക്ക പൊട്ടിക്കുകയാണ്. അങ്ങനെ കുടുക്കെല്ലാം പൊടിച്ച് അതിൻ്റെ അകത്ത് കുറച്ച് രൂപയുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ എണ്ണി തിട്ടപ്പെടുത്തി ഒടുവിൽ 4,33,000 രൂപ വരെ എത്തി. എന്നാലും ഇനിയും കുറെ പൈസയും കൂടെ വേണം. 5 ലക്ഷം രൂപ വേണമെന്ന് അയാള് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒടുവിൽ വല്ലാത്തൊരവസ്ഥ രണ്ടുപേരും ഇരിക്കുകയാണ്. സച്ചി പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ? സച്ചി രേവതി പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ? എന്റെ സ്കൂട്ടി വിറ്റാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി ഒരു അടി കൊടുത്തവളുടെ കയ്യിലേക്ക്. സ്കൂട്ടി വിറ്റിട്ട് നീ എന്ത് ചെയ്യും? പിന്നെ പൂക്കച്ചവടം നടത്താനായിട്ട്. ഇതിപ്പോ ഭയങ്കര കഥയായിപ്പോലോ. പൊന്മുട്ട് എറിഞ്ഞ താറാവിനെ കൊല്ലുന്ന പോലെ. അത് കളഞ്ഞിട്ടുണ്ട്, പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. രവീന്ദ്രൻ പിന്നെ എന്താ സച്ചിയേട്ടാ ചെയ്യുന്നത്? നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോന്ന്. അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. രവീന്ദ്രൻ വന്നിട്ട് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്താ? അതെ, ഇത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. നിനക്കിപ്പോ പൈസയ്ക്ക് നല്ല ആവശ്യമല്ലേ? നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുമല്ലേ? അപ്പോഴേക്കും സച്ചി പറഞ്ഞേ, വേണ്ടച്ചാ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഇതിന് 35,000 രൂപയുണ്ട്, ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന, എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ സച്ചിക്ക് അത് മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രവീന്ദ്രൻ സമ്മതിച്ചില്ല. അങ്ങനെ 35,000 രൂപ സച്ചിനെ ഏൽപ്പിക്കുകയാണ്. രവീന്ദ്രന് പോകാനായിട്ട് അങ്ങോട്ട് തിരിയണ സമയത്ത് രേവതി പറഞ്ഞു, അച്ഛ ഒത്തിരി നന്ദിയുണ്ട് അച്ഛ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നിന്റെ കുടുംബം എന്റെ കുടുംബം കൂടെ അല്ലേ മോളെ, മോള് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം സച്ചിൻ രേവതിയും കൂടെ വക്കീലിനെ കാണാൻ പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു, അതെ പരാതി പിൻവലിക്കാൻ അമ്മ ഒരുക്കുമായിരുന്നില്ല സാറേ, ഞങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു 4,75,000 രൂപ വരെ ആക്കിയിട്ടുണ്ടെന്ന് പറയണം. അപ്പം അത്രയും രൂപ വരെ ആക്കിയായിരുന്നു. ഇനി അതിൽ കൂടുതൽ ഞങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ സാറ് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എനിക്ക് 2 കാറുണ്ട്. അപ്പം ഞാൻ അതിനകത്തുനിന്ന് കിട്ടുന്ന ഓട്ടോ പൈസ കൊണ്ട് ഞാൻ സാറിന് തരാം 25,000 രൂപ കൂടെ. അത് ഞാൻ എങ്ങനെയും തന്നു നിർത്തോളാം. അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതിന് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. സച്ചിനെ വിശ്വസിക്കാന്ന് എനിക്ക് മനസ്സിലായി. സച്ചി പണം തരുമെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സാറേ ഈ പണം തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ വളരെ വിഷമിച്ചു. സച്ചിയുടെ കാറിന്റെ ബുക്കും പേപ്പറും വെച്ചെടുത്ത് കുറച്ച് പൈസ, പിന്നെയെങ്കിൽ പണയം വെക്കാനുള്ള കുറച്ച് സാധനങ്ങൾ പണയം വെച്ചു. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ചാണ് ഇത്രയും പൈസ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. സാരമില്ല, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. കേസൊക്കെ ഞാൻ പിൻവലിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പരാതി പിൻവലിക്കാനായിട്ട് അമ്മ തയ്യാറാവത്തില്ല സാറേന്ന് സച്ചി പറയണം. അതൊക്കെ എനിക്കറിയാം, ഞാൻ വേണ്ട എന്താന്ന് ചെയ്തോളാം സാറേ, എങ്ങനെയെങ്കിലും അവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു. രക്ഷിച്ചോളാം സച്ചിൻ രേവതി ധൈര്യമായിട്ട് പോയിക്കോളാൻ വക്കീല് പറയണം. ഒടുവിൽ അവരങ്ങോട്ട് പോയി. ആ സമയത്ത് ഗുമസ്തനോട് പറഞ്ഞു, അതെ ഈ ചന്ദ്രമതിയെ കുറിച്ച് അന്വേഷിച്ചായിരുന്നെന്ന് ചോദിച്ചു. അന്വേഷിച്ചായിരുന്നു അവരുടെ കുടുംബത്തെക്കുറിച്ച്. 2 മരുമക്കൾ വലിയ കോടീശ്വരന്മാരാ. പിന്നെ ഉള്ളത് ഇപ്പൊ ഈ വന്നിട്ട് പോയതില്ലേ രേവതി, അവരാണ്. അവർക്ക് അത്ര വലിയ ആസ്തിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇവരോട് വലിയ താല്പര്യമൊന്നും ഇല്ല ചന്ദ്രമതിക്ക്. ചന്ദ്രമതിക്ക് ബാക്കി 2 മരുമക്കളെ കാര്യം
ഇഷ്ടമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് സർവ്വചരിത്രം പറയുകയാണ്. അപ്പൊ പണത്തിന് വേണ്ടി അവരെന്തും ചെയ്യൂലേ അതേന്ന് പറയാം. അങ്ങനെയാണ് കാണിച്ച നമുക്ക് അവരിന്ന് പോയി കാണാന്ന് പറഞ്ഞു. അല്ല അതെന്തിനാ സാർ ഇങ്ങോട്ട് വിളിപ്പിച്ചാ പോരെ? വേണ്ട വേണ്ട, നമുക്ക് അവിടെ പോയി കാണണമെന്ന് പറഞ്ഞു. ഈ ബാഗ് കൂടി എടുത്തോളാൻ പറഞ്ഞു. പണം അടങ്ങിയ അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ചന്ദ്രമതിയെ കാണാനായിട്ട് ഭാമയുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഭാമയുടെ വീട്ടിലേക്ക് വന്നിച്ചപ്പോ ഭാമ ചോദിച്ചു ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങള് വക്കീൽ ഓഫീസിൽ നിന്ന് വരുവാ. വക്കീലാന്ന് പറയണം. ആ ബാ കയറിയിരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞു. അല്ല ആരെ കാണാനാ? ചന്ദ്രമതി ഇവിടെയല്ലേ താമസിക്കണമെന്ന് ചോദിച്ചു. അതെ ചന്ദ്രമതി ഇപ്പൊ എന്റെ കൂടെയാന്ന് പറഞ്ഞു. വന്നിരിക്കാനൊക്കെ പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി എങ്ങോട്ട് വന്നു. ആരാ എന്താന്നൊക്കെ ഭാമയോട് ചോദിച്ചും പറഞ്ഞു. അതെ വക്കീലാന്ന് പറയാണ്. ആ എന്താ സാറേ കാര്യം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ ചന്ദ്രമതി ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ശരത്തിന്റെ പേരില്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നേന്ന് പറഞ്ഞു. സംസാരിക്കണം? എന്ത് സംസാരിക്കാൻ? അല്ല പരാതി പിൻവലിക്കുന്നതിനെ കുറിച്ച്. അതെ പരാതി പിൻവലിക്കാൻ ഞാൻ ഒരുക്കുമല്ല സാറേ. അതിന് സാർ ഇങ്ങോട്ടേക്ക് മെനക്കെട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞു. എങ്ങനെയാ ചന്ദ്രമതി ശരിയാവുന്നതെന്ന് ചോദിച്ചു. സാറേ അവൻ ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ അവന് കിട്ടണം. അവൻ ജയിലിൽ പോയി കിടക്കട്ടെ, എനിക്കതാ വേണ്ടേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വക്കീല് പറഞ്ഞു ചന്ദ്രമതി ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. ഞാൻ അന്വേഷിച്ചിടത്തോളം ഇത് നിങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നമാണെന്ന് മനസ്സിലായി. അവനാണെങ്കിലോ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു കള്ളനും കൊലപാതകമൊന്നും അല്ല താനും. പക്ഷെ അതങ്ങനെ അറിയാതെ സംഭവിച്ചു പോയതാ. അത് നിങ്ങളോടുള്ള ദേഷ്യത്തിൽ ചെയ്താ. ഒരു പക്ഷേ നിങ്ങൾ കോടതിയിൽ ഈ പരാതിയായിട്ട് ചെന്നിട്ടുണ്ടെന്ന് വെച്ചോ. ഇപ്പൊ ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും കോടതി വന്നു കഴിയുമ്പം ഈ പരാതി തള്ളി പോകത്തുള്ളൂ. അതെന്താ അങ്ങനെ? അല്ല അവന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ അവൻ ആ ദേഷ്യത്തിൽ ചെയ്താന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കോടതി അവനെ വെറുതെ വിടും. പിന്നെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ. എന്നാലും സാരില്ല, അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വക്കീല് പറഞ്ഞു നിങ്ങൾ ആ പരാതി പിൻവലിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാവും. പ്രയോജനം? എന്ത് പ്രയോജനം? അതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. പൈസയോ? അത് കേട്ടപ്പോ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഒന്ന് ഞെട്ടി. ചന്ദ്രമതിക്ക് പണത്തോട് അത്ര ആർത്തിയാണല്ലോ. ആ ശരി, എത്ര രൂപ എനിക്ക് കിട്ടും? ഒരു 50,000 രൂപ. 50,000 രൂപയോ? 50,000 രൂപയ്ക്ക് ഞാൻ പരാതി പിൻവലിക്കണല്ലേ? അല്ല പിന്നെ എത്ര? 1,00,000 രൂപ തരാന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നേ? 2,00,000 രൂപ എനിക്ക് വേണം. ശരി ആയിക്കോട്ടെ, 2,00,000 സമ്മതിച്ചെന്ന് പറഞ്ഞു. ചന്ദ്രമതി അന്താളിപ്പോട് കൂടി അയാളെ നോക്കുകയാണ്. 2,00,000 രൂപയ്ക്ക് ഒത്തുതീർപ്പ് ആക്കാനോ? കുറച്ച് കൂടുതൽ പൈസ ചോദിക്കായിരുന്നു. അങ്ങനെയാണ് അത്രയും പൈസ കിട്ടിയല്ലോ എന്ന് വിചാരിക്കുകയാണ്. ഒടുവില് ചന്ദ്രമതി പറഞ്ഞു അല്ല ഈ പണം തരാന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, അവസാനം പറ്റിക്കുമെന്ന് ചോദിച്ചു. പറ്റിക്കത്തൊന്നും ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ കേസ് കോടതിയിൽ എത്ര പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സൈൻ ചെയ്ത് കൊടുക്കണം, പരാതി പിൻവലിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് പരാതി ഇല്ലെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു ഞാൻ അങ്ങനെ കൊണ്ടുപോയി എഴുതി ഒപ്പുവെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ചതിക്കില്ലെന്ന് ആര് കണ്ടു? നിങ്ങൾ എനിക്ക് പണം തന്നില്ലെങ്കിലോ? പണമൊക്കെ ഇപ്പൊ തന്നെ തന്നേക്ക് അടുത്തോ, പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ഇല്ലാന്ന് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു, പരാതി പിൻവലിക്കുന്നതായിട്ട്. ശരി ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണ്. നിങ്ങൾ ഒരു നിമിഷം വെയിറ്റ് ചെയ്യുക, ഞാൻ ഈ പണമൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാമയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്നു. ഭാമ പറഞ്ഞു നീ എന്ത് പരിപാടി എടി കാണിക്കണമെന്ന് ചോദിച്ചു. അതെ ഇങ്ങനെ ചെറിയ പരിപാടികളൊക്കെ കാണിച്ചാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. ഒന്നും അറിയത്തില്ല, 2,00,000 രൂപയല്ലേ കിട്ടിയിരിക്കുന്നേ. എടി ഈ കാര്യങ്ങൾ എങ്ങനെ ഇനി രവിയേട്ടനോടൊക്കെ വക്കീല് പറഞ്ഞാലോ? പറയത്തൊന്നുമില്ല, ഞാൻ അത് അയാളോട് സംസാരിച്ചോളാം, പറഞ്ഞേക്കരുതെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആശ്വസിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.